ഉമറിനോട് പോയി പറയാൻ, ജനങ്ങളോട് മൃദുലമായി പെരുമാറണം, അവരെ കഷ്ടപ്പെടുത്തരുത്. അൽ കൈസ് അവരോട് ലളിതമായി പെരുമാറണം, ക്രൂരമായി പെരുമാറരുത്, കഠിനമായി പെരുമാറരുത്, അവർക്ക് ദയ കാണിക്കണം. ഈ വിവരം സ്വപ്നത്തിൽ കണ്ടയാൾ ചെന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുമ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കണ്ണിൽ നിന്ന് വെലമൊഴുകി. എന്നോട് റസൂലുള്ള മൃദുലമായി പെരുമാറണമെന്ന് പറയുന്നത് ഈ ജനങ്ങളെ പരീക്ഷിച്ചത് മതി. ഇനി അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹു തആലാനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് മഴ വർഷിപ്പിച്ചു കൊടുക്കാൻ വേണ്ട പരിശ്രമം എടുക്കണമെന്നാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ ഉമർ എന്നവർ പറഞ്ഞു, ഞാനൊരു ചുരുക്കവും എന്റെ പ്രജകളുമായി വിശ്വാസികളുമായി വരുത്തിയിട്ടില്ലല്ലോ, എന്തിനാണ് എന്നോട് ലളിതമായി പെരുമാറാൻ, പരുക്കമല്ലാതെ പെരുമാറാൻ അങ്ങ് പറയുന്നത് എന്ന് റസൂലുള്ളാന്റെ ഈ വാക്കിൽ പ്രത്യേകം പ്രയാസം തോന്നിക്കൊണ്ട് ഉമർ എന്നവർ പ്രത്യേകമായി വിലാപം കൊണ്ട് കരഞ്ഞ ശേഷം നടത്തിയ പ്രാർത്ഥനയാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഇസ്തിസ്ഖാഇന്റെ ബാബിൽ മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിക്കൊണ്ട് മഹാനായ ഉമർ എന്നവർ ചെയ്ത പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് സ്വഹീഹുൽ ബുഖാരി മുസ്ലിം വേദന ചെയ്തതാണ്. അബ്ബാസ് എന്നവർ റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്, എളാപ്പ. നബി തങ്ങൾ ആദരിക്കുന്നയാളാണ്. ആ ആദരിക്കുന്നയാളെ അതീവ വയസ്സനാണ്. അന്ന് അദ്ദേഹത്തെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ കണ്ണിന്റെ പുരികം താഴ്ന്നിട്ടുണ്ട്, നരച്ചിട്ടുണ്ട്, നടക്കാൻ വയ്യ, പിടിച്ചുകൊണ്ട് വേണം നടക്കാൻ. അദ്ദേഹത്തിന്റെ രണ്ട് ഒക്കിൽ കക്ഷത്തിൽ ഇറുകെ പിടിച്ച് അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഉമർ എന്നവർ പറഞ്ഞു, പടച്ചവനെ, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ നബിനെ കൊണ്ടാണ് ഇത്തരം പ്രതിസന്ധി വേളകളിൽ ഞങ്ങൾ നിന്നോട് തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നത്, ഞങ്ങൾ നിന്നോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നത് ഞങ്ങളെ നബിനെ കൊണ്ടാണ്. നബിയോട് പ്രാർത്ഥിപ്പിച്ചിരുന്നു, നബിയെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നബിനെ ഹക്കുകൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് രക്ഷ നൽകണേ എന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വെള്ളം ചോദിക്കുമ്പോഴൊക്കെ നബിനെ മുൻനിർത്തി തവസ്സുൽ ചെയ്യുമ്പോൾ നീ വെള്ളം തന്നിരുന്നു. നിന്റെ നബിന്റെ പിതൃവ്യനായ അമ്മിതാ നിൽക്കുന്നു. ആ അമ്മനെ മുൻനിർത്തിയിട്ട് ഞങ്ങളിതാ നിന്നോട് തവസ്സുൽ ചെയ്യുന്നു, നിന്നോടിതാ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ഞങ്ങൾക്ക് വെള്ളം തരണേ, ഫസ്കിനാ, ഞങ്ങൾക്ക് വെള്ളം തരണേ എന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് മഴ കുടുകുടാ വഴുകയും അന്നത്തെ ക്ഷാമം തീരത്തക്ക വിധം അവർക്ക് വെള്ളം ലഭിക്കുകയും ചെയ്തുവെന്ന് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമൊക്കെ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. ഇതിലാർക്കും തർക്കമല്ല. പക്ഷെ ഒന്നിലേ തർക്കമുള്ളൂ, അള്ളാന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്തിരുന്ന ആ പ്രാർത്ഥന ഒഴിവാക്കി അബ്ബാസ് എന്നവരെ കൊണ്ട് കണ്ടോ തവസ്സുൽ ചെയ്തിരിക്കുന്നു. അപ്പൊ മർച്ചോലെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പാടില്ല എന്നായി ഹദീസിൽ പറഞ്ഞു എന്ന് പറയും. ബുഖാരിയിലെ ഹദീസ് പറയുമ്പോൾ നോക്കി നിങ്ങൾ വാദം അട്ടിമറിക്കുന്നത് ശ്രദ്ധിക്കുക. ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചവരായാലും ആളുകളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത് തെറ്റാകുന്നു, ബിദ്അത്താകുന്നു, ശിർക്കാകും എന്ന് വരെ പറഞ്ഞിട്ടുള്ള കൂട്ടർ അബ്ബാസ് എന്ന വ്യക്തിയെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മനെ കൊണ്ട് തവസ്സുൽ ചെയ്ത ബുഖാരിയുടെ ഹദീസ് ഓതുമ്പോ അത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നും പറഞ്ഞ് അംഗീകരിക്കേണ്ടി വരുന്നു. അപ്പൊ ജീവിച്ചിരിക്കുന്ന വ്യക്തിയെ കൊണ്ട് ആ വ്യക്തിയെ മുൻനിർത്തിയിട്ട് തവസ്സുൽ ചെയ്യാമോ? ഇത് വ്യക്തമാക്കേണ്ടതല്ലേ. വ്യക്തിയെ വെച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ മുൻനിർത്തി തവസ്സുൽ ചെയ്യാമോ? ഈ വിഷയത്തിൽ വഹാബികളുടെ വാദം എന്താണ്? കൃത്യമായി പറയാൻ വഹാബികൾക്ക് ചുമതലയുണ്ട്. ഇന്ന് വരെ അവർ വ്യക്തമാക്കാറില്ല. ആകട്ടെ, ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് തവസ്സുൽ ചെയ്തിരുന്നുവെങ്കിൽ തന്നെ ഇതേ ഹദീസിന്റെ തുടക്കവാചകം അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ, ഞങ്ങൾ നിന്റെ നബിനെ കൊണ്ട് ഇക്കാലം അത്രയും തവസ്സുൽ ചെയ്തിരുന്നു, അന്ന് നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് നബി വഫാത്തായിട്ട് 8 വർഷം കഴിഞ്ഞിട്ടാ. ഈ 8 വർഷത്തിലിടക്ക് പ്രതിസന്ധി വരുമ്പോ ഞങ്ങൾ തവസ്സുൽ ചെയ്തിരുന്നു, ആ തവസ്സുലിൽ നീ വെള്ളം തന്നിരുന്നു എന്ന് പറയുന്നത് നബിയെ കൊണ്ട് ചെയ്തിരുന്ന തവസ്സുലാണ്. അത് നബിയുടെ വഫാത്തിന് ശേഷവും ആണ്, ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ട്. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തിന് ശേഷവും നടത്തുന്ന തവസ്സുൽ നബിയെ കൊണ്ട് ചെയ്യാറുണ്ടെന്ന ഭാഗം പരാമർശിച്ച ശേഷമാകുന്നു മഹാനായ ഉമർ എന്നവർ അബ്ബാസ് എന്നവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത്. ഈ പ്രാർത്ഥന മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് തവസ്സുൽ ചെയ്ത പ്രാർത്ഥന സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്
വ്യാഖ്യാതാക്കളായ ആളുകൾ അത്രയും വിവരിക്കുന്നു. ഈ സംഭവത്തിൽ നിന്നും നല്ല മനുഷ്യരെ കൊണ്ട് ഇസ്തിശ്ഫാ നടത്തൽ സുന്നത്താകുന്നു എന്ന് മനസ്സിലാക്കാം. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പറയുന്നു, വയുസ്തഫാദു മിൻ ഖിസ്സത്തിൽ അബ്ബാസ്. അബ്ബാസ് എന്നവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത ഈ ബുഖാരി ഉദ്ധരിച്ച കിസ്സയിൽ നിന്ന് മനസ്സിലാക്കാം, ഇസ്തിഹ്ബാബുൽ ഇസ്തിശ്ഫാഇ ബി അഹ്ലിൽ ഖൈരി വസ്സലാഹ്, സദ്വൃത്തരായ നല്ലവരെ കൊണ്ട് ശഫാഅത്ത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്താം. വാഹിരി ബൈത്തിൻ നുബുവ്വ, നബിയുടെ കുടുംബത്തെ കൊണ്ടും പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്തൽ സുന്നത്താകുന്നു. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് ഞാൻ പറയുന്നത് അവരുടെ ശഫാഅത്ത് ലഭ്യമാക്കുന്ന എല്ലാത്തരം പ്രാർത്ഥനകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇത് സുന്നത്താകുന്നു എന്ന് പറയാത്ത ഇമാമുകളില്ല. ഫതുഹുൽ ബാരി 2399 വ്യക്തമായി ഇത് കാണാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ അദ്കാർ 92 പേജിലും ശറഹുൽ മുഹദ്ദബ് 8274 ഇമാം മഹല്ലി തന്റെ കിതാബ് 2126 ഇമാം റംലി തന്റെ നിഹായ 3310 ഒക്കെ അള്ളാന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന ഈ പ്രാർത്ഥനയും തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ഇസ്തിശ്ഫാഉം സുന്നത്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് ഇസ്തിശ്ഫാ. ഇതിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ തവസ്സുൽ എന്നത് വളരെ ലളിതമാണ്. നിരവധി ഹദീസുകൾ ഇതിനുണ്ട്. ഈ ഹദീസൊക്കെ ഓതുമ്പോൾ വഹാബികളുടെ നമ്പർ അത് ലഈഫാണ് എന്ന് പറയലാണ്. ലഈഫാണ് എന്ന് പറയുന്നിടത്ത് ഞാൻ ചൂണ്ടിക്കാട്ടി, ലഈഫ് എന്ന് പറയുന്ന ആ ഹദീസിലല്ല ലക്ഷ്യം നമ്മൾ പ്രത്യേകം പറയുന്നത്. ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള ആളുകളോ അത് ഉദ്ധരിച്ചത് വായിച്ചിട്ടുള്ള ആളുകളോ അത് പഠിപ്പിച്ച ആളുകളോ ആക്ഷേപമുന്നയിക്കുന്ന 8ാം നൂറ്റാണ്ടിലെ ഇബ്നു തൈമിയ്യ ആക്ഷേപിക്കുന്നത് വരെ ഒരാക്ഷേപവും ഉന്നയിക്കാതെ ഈ തവസ്സുലിനെ അംഗീകരിച്ചുകൊണ്ട് സുന്നത്താണെന്ന് പറയുന്നല്ലോ. ഇതെന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? തലമുറകളോട് നടന്ന ഈ ഇജ്മാഇനെ സ്വീകരിക്കാതെ പോകുന്നു എന്നതാണ് തവസ്സുലിന്റെ ലക്ഷ്യത്തിന്റെ മർമ്മം. ആ മർമ്മത്തിൽ നിന്ന് കുറകൂടി ഒരടി കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും വിമർശന വിധേയമായ ഇസ്തിഗാസക്ക്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? നേരിട്ട് സഹായം വർത്തിക്കുക, നേരിട്ട് സഹായം വർത്തിക്കുക, നേരിട്ട് വിളിച്ചാർക്കുക, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. സഹായം വർത്തിക്കുക എന്നതിന് പ്രത്യേക വാക്യം ഇസ്തിആന, കാവൽ തേടുക എന്നതിന് പ്രത്യേക വാക്യം ഇസ്തിആദ. ഓന്നും പറഞ്ഞിട്ട് വിലപിച്ചുകൊണ്ട് നിലവിളിക്കുക അടക്കം എല്ലാ അർത്ഥത്തിലും പ്രത്യേകം വിളിച്ചുകൊണ്ട് തേടുന്നത് ഇസ്തിഗാസ. ഈ പറയുന്ന 3 തരത്തിലുള്ള ഇസ്തിശ്ഫാഉനും വളരെ പ്രമാണങ്ങളുണ്ട്. പക്ഷേ ഇതിനെ എതിർക്കുന്ന ആളുകളുടെ അന്തമില്ലായ്മ നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പ്രത്യേകം ഊന്നി പറയട്ടെ. ഇസ്തിഗാസക്കെതിരെ, സഹായം തേടുന്നതിനെതിരെ അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാകുന്നു അത്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. നമ്മൾ സഹായം തേടുന്നത് ആരോട് സഹായം തേടുന്നുവോ അവരോടുള്ള പ്രാർത്ഥനയാകുന്നു. ആ പ്രാർത്ഥന അവർക്കുള്ള ഇബാദത്തുമാകുന്നു. അതുകൊണ്ട് അല്ലാഹുവല്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്നത് അവർക്കുള്ള ഇബാദത്താകുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇസ്തിഗാസയെയും ഇസ്തിആനത്തിനെയും ഇസ്തിആദയെയും എതിർക്കുന്ന ഈ വിഭാഗം ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ എന്ന് വ്യത്യാസമില്ലാതെ തന്നെയാണ് വാദം മുന്നോട്ട് വെക്കാറുള്ളത്. തുടക്കത്തിൽ തന്നെ ഇതിനെ എതിർത്ത ആളെ ഞാൻ പറഞ്ഞല്ലോ, ഹിജറ 8ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ്യയാണെന്ന്. അദ്ദേഹം തന്നെ മിൻഹാജുസ് സുന്ന എന്ന കിതാബിൽ പറയുന്നത് ശ്രദ്ധിക്ക്. ഇബ്നു അബ്ബാസിനോട് നബി പറഞ്ഞ ഒരു ഹദീസാണ് ഇസ്തിഗാസ ശിർക്കാണ്, പാടില്ല എന്നതിന് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രഥമ തെളിവ്. എന്താ തെളിവ് എന്നറിയോ? വഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ്, നബി തങ്ങൾ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇബ്നു അബ്ബാസിനോട് പറയുന്നു, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണേ, നീ സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹിനോട് സഹായം തേടണേ എന്ന്. വലം യഖുൽ, നബി പറഞ്ഞില്ല സെൽനി, എന്നോട് ചോദിച്ചോ, വലസ്തഇൻ ബി, എന്നോട് സഹായം തേടിച്ചോ എന്ന് നബി പറഞ്ഞില്ല. വഖദ് ഖാല തആല ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർവബ്. നിസ്കാരം കഴിഞ്ഞാൽ ദുആ ചെയ്യുക, റബ്ബിലേക്ക് പ്രത്യേകം വണങ്ങി ദുആ ചെയ്യുക എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. നബിയുടെ ഹദീസിലുള്ളത് എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞില്ല, എന്നോട് സഹായം തേടിക്കോ എന്ന് പറഞ്ഞില്ല, അള്ളാഹിനോട് ചോദിച്ചോ, അള്ളാഹിനോട് സഹായം തേടിക്കോ എന്ന് പറഞ്ഞു എന്ന് മിൻഹാജുസ് സുന്ന എന്ന തന്റെ കിതാബില് 4ാം വാല്യം 243 പേജിൽ കുറിക്കുന്ന ഇബ്നു തൈമിയ്യ ജീവിച്ചിരിക്കുന്ന നബിയോട് ചോദിക്കാൻ പറഞ്ഞില്ല.
അതുകൊണ്ട് നബിയോട് സഹായം തേടുന്നതും നബിയോട് സഹായം യാചിക്കുന്നതും ഇസ്തിഗാസയാകുന്നു, ശിർക്കാകുന്നു, ദുആയാകുന്നു എന്നാണ് സമർത്ഥിക്കുന്നത്. അല്ലേ? സെന്നീന്ന് ചോദിക്കില്ല എന്നതിന്റെ അർത്ഥം എന്താ? ഇബ്നു അബ്ബാസ് എന്ന കുട്ടിയോട് നബി വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസിന് വളരെ കുറഞ്ഞ പ്രായമേ ഉള്ളൂ, 8-10 വയസ്സ്. 8-10 വയസ്സ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ വരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ എന്നോട് ചോദിച്ചോ, എന്നോട് സഹായം തേടിക്കോ എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് പറയുമ്പോ ഇബ്നു തൈമിയ ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോടും സഹായം തേടാൻ പാടില്ല. ഇവിടെ അള്ളാഹ്ക്ക് മാത്രം ഉപകാരമുള്ളതും അധികാരപ്പെട്ടതുമായ കാര്യം എന്ന് വ്യക്തമാക്കുന്നില്ല. അങ്ങനെ ഇത് പറയാൻ പറ്റുമോ? എന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞില്ല, എന്നോട് സഹായം തേടൂ എന്ന് പറഞ്ഞില്ല. എന്തിന്? അള്ളാഹുവിന് മാത്രം അധികാരമുള്ള കാര്യങ്ങളിൽ, അള്ളാഹുവിന് കൂടി അധികാരമില്ലാത്ത കാര്യങ്ങളിൽ എന്നൊന്നും വ്യക്തമായി തിരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഒരു കാര്യത്തിലും സഹായം തേടാൻ പാടില്ല എന്ന് നബി എന്നോട് സഹായം ചോദിക്കൂ എന്ന് പറഞ്ഞില്ല എന്ന വാദം കൊണ്ട് സമർത്ഥിക്കുന്ന ഇബ്നു തൈമിയ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും ചോദിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. എന്നാൽ ഇത് പറയുമ്പോൾ അവർ സാധാരണ പറയുക ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിലെ സഹായത്തേട്ടമാകുന്നു ഈ ഹദീസിലെ പരാമർശം. ഇബ്നു തൈമിയ പറഞ്ഞിട്ടില്ലേ? ഇബ്നു തൈമിയ ഇത് പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സഹായം ചോദിച്ചോ, എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിലും ചോദിക്കാൻ പാടില്ല എന്നാണ് ഇബ്നു തൈമിയ സമർത്ഥിക്കുന്നത്. പക്ഷെ ഇബ്നു തൈമിയയെ പ്രതി ഉടലെടുത്തിട്ടുള്ള വഹാബിസത്തിന്റെ ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ചോദിക്കുമ്പോഴേ ദുആയാകൂ, ശിർക്കാകൂ, അതേ തെറ്റുള്ളൂ. മനുഷ്യന്റെ കഴിവുപെട്ട കാര്യങ്ങൾ ചോദിക്കാം എന്നാണ്. എന്നാ പിന്നെ ഇന്നാലെന്റെ കാര്യത്തിൽ സഹായം തേടിക്കോ എന്ന് പറഞ്ഞില്ല എന്നല്ലേ ഇബ്നു തൈമിയ പറയാ. ഇരിക്കട്ടെ, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ത് മണ്ണാങ്കട്ട കാര്യ? ഏത് കാര്യമാണ്? മനുഷ്യന്റെ കഴിവ് ഏതു കാര്യത്തിനാണുള്ളത്? ഏതൊരു കാര്യത്തിനാണ് മനുഷ്യന് കഴിവുള്ളത്? അള്ളാഹ്ക്ക് മാത്രം കഴിവിൽപ്പെട്ട കാര്യമെന്നും മനുഷ്യന് കഴിവില്ലാത്ത കാര്യമെന്നും അള്ളാഹു വകതിരിച്ച ഒരു വിഷയം ഒരായത്ത് കൊണ്ടോ ഹദീസ് കൊണ്ടോ ഒരു തുണ്ടുകൊണ്ടെങ്കിലും തെളിയിക്കാൻ വഹാബികൾക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ വഹാബികൾക്ക് കഴിയുകയുമില്ല, ലോകത്തൊരു വഹാബികൾക്കും സാധിക്കുകയുമില്ല. ഇരിക്കട്ടെ, ഏറ്റവും അധികം അള്ളാഹ്ക്ക് മാത്രം കഴിവുള്ള കാര്യം എന്ന് പറയാൻ പറ്റുന്നത് സ്വർഗല്ലേ, പരലോകത്തെ രക്ഷ. അതിലും വലിയ കാര്യമില്ലല്ലോ. സ്വർഗവും പരലോകത്തെ രക്ഷയുമടക്കം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ നബിയോട് ചോദിച്ചത് എത്ര ഹദീസുകളിലാ. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ അന്ത്യക്ക് രാത്രിക്ക് അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് വെള്ളം കൊണ്ടു കൊടുത്തു ഒതുവെടുക്കാൻ, ആ സമയത്ത് എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിൽ അങ്ങ് ഇവിടെ കൂട്ടി വേണം നബിയേ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അവോയിറാലിക്, അതല്ലാത്തതൊന്നും പറയാനില്ലേ റബിയ? അപ്പൊ നബി തങ്ങളോട് അദ്ദേഹം പറഞ്ഞു ഹുവദാ, അത് തന്നെ കിട്ടണം, അങ്ങയോട് കൂടെ സ്വർഗത്തിൽ കൂട്ട് കിട്ടണം. എന്റെ മാക്സിമം ആവശ്യമാണ് ഈ കിട്ടിയ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത്. കാരണം ആവശ്യം എന്തുണ്ടോ ചോദിച്ചോ എന്നാ പറയുന്നത്. എന്നാ സ്വർഗത്തിലെ കൂട്ട് തന്നെ വേണം, ഹുവദാ, അത് തന്നെ വേണം എന്ന് റബിയ റളിയല്ലാഹു അൻഹു സാക്ഷ്യത്തോടു കൂടെ പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, റബിയ, സ്വർഗം തരുന്ന കാര്യം എന്റെ നിയന്ത്രണത്തിലല്ല, അത് അള്ളാഹുവിന്റെ മാത്രം സ്വന്തം നിയന്ത്രണ കാര്യമാണ്, അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്, ആഖിറത്തിലെ കാര്യമാണ്. അവിടെ ഞാനാളല്ല, മാലിക് യൗമിദ്ദീൻ എന്നറിയാത്ത ആളാണോ റസൂലുള്ളാഹ്? സ്വർഗത്തിന്റെയും നരകത്തിന്റെയും യജമാനനും സട്ടാവും അള്ളാഹുവാണെന്നറിയാത്ത ആളാണോ റസൂലുള്ളാഹ്? ആ റസൂലുള്ള ഇത് പറഞ്ഞില്ല. പിന്നെന്തേ റസൂലുള്ള പറഞ്ഞത്? ആവട്ടെ, അതാണെങ്കിൽ ആവട്ടെ, ഫഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്, കുറച്ചധികം നിസ്കരിച്ചും കൊണ്ട് നീയും കൂടി എന്നെ സഹായിക്കണം, എന്നാൽ ഞാൻ ആ കാര്യം സാധിപ്പിച്ചു തരാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സ്വഹീഹ് മുസ്ലിം 1353, അബൂദാവൂദ് 235, നസായിന്റെ സുനൻ 1242 വ്യക്തമായി പറയുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവം കാണി. സിയാദ് ഇബ്നു അബി സിയാദ് എന്ന ബനു മഖ്സൂം ഗോത്രക്കാരനായ ആൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഖാദിം അള്ളാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം പറയുന്നു, കാനൻ നബിയ്യു മിമ്മാ യഖൂലു ലിൽ ഖാദിം അലക ഹാജ അലക ഹാജ,
നിനക്കെന്തെല്ലാം ആവശ്യമുണ്ട്, വല്ല ആവശ്യമുണ്ടോ എന്ന് ഇടയ്ക്കിടെ നബിയുടെ പരിചാരകനോട് നബി ചോദിച്ചിരുന്നു. യൗമിൻ, അന്നൊക്കെ അയാളൊരു ആവശ്യവും പറയൂല, ഒന്നുമില്ലെന്ന് പറയും. എന്താ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ വിചാരിക്കുന്നത് ദുന്യാവിലെ വല്ല ആവശ്യമുണ്ടോ, പണം ആവശ്യമുണ്ടോ, ബുദ്ധിമുട്ട് തീർക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാന്നാ. ഇയാളൊന്നും പറയൂല. ഹത്താക്കാനതാത്തയവും, ഒരു ദിവസം വന്നപ്പോ ഖാല യാ റസൂലല്ലാഹ് ഹാജത്തി, എനിക്കൊരാവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഇയാൾ അങ്ങോട്ട് പറയാ ഹാജത്തി, എനിക്കൊരാവശ്യമുണ്ട്. ഖാൽ, നബി ചോദിച്ചു വമാ ഹാജതുക്, എന്താ നിന്റെ ആവശ്യം? ഖാല ഹാജതി അൻ തശ്ഫഅലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നബിയെ അങ്ങനെക്ക് ശഫാഅത്ത് ചെയ്യണം. അന്ത്യനാളിലെ ശഫാഅത്ത് അങ്ങയുടെ നിനക്ക് കിട്ടണം. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വാഹ്ലനാ ഇൻ ضاع യാ സയ്യിദി ഖൈറൻ നബി എന്ന് മങ്കൂസ മൗലിദിലെ വാക്യം. അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ. അള്ളാഹുവിന്റെ ഹബീബേ, ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ. അത് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ എത്ര നഷ്ടകാരികളാണ്. ശഫാഅത്ത് നൽകണേ എന്ന് പറയുന്ന പ്രാർത്ഥന, അള്ളാഹിന്റെ റസൂലിനോടുള്ള യാചന, ആ യാചനയും ഇസ്തിശ്ഫാഉം ശിർക്കാണെന്ന് പറയുന്ന വഹാബി അള്ളാഹിന്റെ റസൂലിനോട് ഈ സ്വഹാബി വര്യൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പം പറയാതെ ജീവിച്ചിരിക്കുന്ന നബിയോടാണ്, നിങ്ങൾ പറയുന്നത് വഫാത്തായ നബിയോടാണ്. അത് നമുക്ക് വേറിട്ട് പറയാ. ഇബ്നു തൈമിയ പറയുന്ന ശിർക്കാണ് നിങ്ങൾ പറയുന്ന ശിർക്കെങ്കിൽ, ഇബ്നു തൈമിയയുടെ ഇസ്തിഗാസ ശിർക്കെന്ന വാദമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ജീവിച്ചിരിക്കുന്നവരൊന്നും മരിച്ചവരൊന്നും വ്യത്യാസമില്ലാതെയാണ് സഹായം ചോദിക്കാൻ അല്ലാഹുവല്ലാത്തവരോട് പാടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. നാം മിൻഹാജു സുന്നയിൽ നിന്ന് വായിച്ചല്ലോ. അങ്ങനെ ഇരിക്കെ ശഫാഅത്ത് നബി തങ്ങളോട് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ അധികാരത്തിൽപ്പെട്ടതാണോ? അള്ളാന്റെ അനുമതി കിട്ടാതെ ശഫാഅത്ത് ചെയ്യുന്നവൻ ആരുണ്ട് എന്ന് ആയത്തുൽ കുർസിയിലെ ആയത്ത് ഓതുന്ന വഹാബി അള്ളാന്റെ റസൂലിന് അധികാരത്തിൽപ്പെട്ടതാണോ ഈ ശഫാഅത്ത്? അല്ല, പടച്ചോന്റെ അധികാരത്തിൽപ്പെട്ടതും പടച്ചോൻ അനുവാദം നൽകുമ്പോൾ നബിക്ക് സാധിക്കുന്നതുമാണ്. ആ ശഫാഅത്ത് ചോദിക്കുന്നു സ്വഹാബി. അപ്പൊ നബി ചോദിക്കുന്നത് എന്താ? വമൻ ദല്ലക അലാ ഹാദാ, ആരേ കുട്ടിയെ നിനക്ക് ഈ വിവരം പറഞ്ഞു ഈ സൂത്രം? വല്ലാത്ത ചോദ്യമുള്ളത്. ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കിട്ടണോ എന്നുള്ളത് മാക്സിമം ചോദ്യം. അത് കിട്ടിയാൽ പിന്നെ എല്ലോ അതിലടങ്ങി. ആരേ നിനക്കിത് പഠിപ്പിച്ചത്? ഖാല റബ്ബി അസ്സ വജൽ, എന്റെ പടച്ചോൻ മാത്രം പഠിപ്പിച്ചതാ, ഒരു മനുഷ്യനും പഠിപ്പിച്ചതല്ല. പടച്ചോൻ എന്റെ മനസ്സിൽ പഠിപ്പിച്ചു. ഖാൽ അമാ ഫഇന്നി ബികസ്റത്തിസ് സുജൂദ്, എന്നാൽ നീ നിരാശനാകണ്ട, നല്ലപോലെ നിസ്കരിച്ചോ, കുറെ അധികം നിസ്കരിച്ചോ, എന്റെ ശഫാഅത്ത് ഞാൻ നൽകാം. ശഫീഉനാ റസൂലുള്ളാഹി. വളരെ വ്യക്തമാണ്. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ 3-ാം വാല്യം 500-ാം പേജിൽ നിവേദനം ചെയ്ത് വളരെ വ്യക്തമായി കുറിച്ചിട്ടുള്ള ഹദീസാണിത്. ഹദീസ് നിരൂപകന്മാരിൽപ്പെട്ട വഹാബികൾ കൂടി ഉദ്ധരിക്കുന്ന ആളാണ് ഹൈസമി. അദ്ദേഹം തന്റെ മജ്മുഉസ് സവാഇദിൽ പറയുന്നു, റിജാലുഹു റിജാലു സ്വഹീഹ്, ഇതിന്റെ റിപ്പോർട്ടർമാരെല്ലാം പ്രബലരാകുന്നു, സ്വഹീഹായ ഹദീസാകുന്നു ഇത് എന്ന്. ഇമാം തൊബറാനി പറയുന്ന മറ്റൊന്ന് നോക്കൂ. മുസ്അബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഇൻതലക ഗുലാമുൻ മിന്നാ ഫഅത നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇന്നി സായിലുക സുആലൻ. അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അസ്ലം ഗോത്രക്കാരന്റെ ഒരു ചെറുപ്പക്കാരൻ കടന്നു ചെന്നു. അദ്ദേഹം നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഖാല വമാ ഹുവ, എന്താ കുട്ടി എനിക്ക് ചോദിക്കാൻ? ഖാല അസ്അലുക അൻ തജ്അലനി മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അങ്ങ് ശഫാഅത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണം ഈ സാധുവിനെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഖാല മൻ അല്ലമക ഹാദാ, ആരാ നിനക്കിത് പഠിപ്പിച്ചു തന്നത് എന്ന് അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു. ഖാൽ മാ അമറനി ബിഹി അഹദുൻ ഇല്ലാ നഫ്സി, എന്റെ മനസ്സിൽ മാത്രം ഉദയം ചെയ്ത ആശയമാണ്, മറ്റാരും പഠിപ്പിച്ചതല്ല എന്ന് അദ്ദേഹം. ഖാൽ ഫഇന്നക മിമ്മൻ അശ്ഫഉ ലഹു യൗമൽ ഖിയാമ, എന്നാൽ ഞാൻ ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീയും പെട്ടു നിശ്ചയം. ഖാല റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുക. ഇമാം തൊബറാനി തന്റെ മുഅ്ജമുൽ കബീർ 20-ാം വാല്യം 365-ാം പേജിൽ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് ഏറ്റവും വലിയ ഹദീസ് നിരൂപകനായ ഹാഫിൽ സൈനുദ്ദീൻ ഇറാഖി നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, റിജാലുഹു റിജാലു സ്വഹീഹ്, സ്വഹീഹായ ഹദീസിന്റെ റാവികളാണ് ഇതിന്റെ റിപ്പോർട്ടർമാർ. കണ്ടോ, പരലോകത്ത് സ്വർഗവും പരലോകത്ത് നബിയുടെ ശുപാർശയും എത്ര സ്വഹാബിമാരാ ചോദിക്കുന്നത്?
ഇനി ഉദ്ധരിച്ചാൽ മടുക്കുമെന്നതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിക്കാതിരിക്കുന്നത്. ഇത് പോയി അള്ളാന്റെ റസൂല് തന്നെ നോക്കി. അള്ളാഹുവിന്റെ അധികാരപരിധിയിൽ മാത്രം പെട്ട ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോ ഇത് പാടില്ല എങ്കിൽ സമുദായത്തെ പഠിപ്പിക്കേണ്ട നബി അത് പാടില്ലെന്ന് പറയുകയല്ല, നിനക്കാരിത് പഠിപ്പിച്ചു, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇതെന്ന് കൗതുകം കൂറിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ ചോദിച്ചതിന് മറുപടി നൽകിക്കൊണ്ട് അവർക്ക് ശഫാഅത്ത് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുമ്പോ അള്ളാന്റെ റസൂൽ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് എന്താണ്? ചോദിക്കുമ്പോ ഇങ്ങനെ ചോദിക്കണം. ദുന്യാവിലെ ഞൊട്ട ചോദിക്കരുത്, ദുന്യാവിലെ പണം ചോദിക്കരുത്, രോഗം സുഖപ്പെടുന്ന കാര്യം ചോദിക്കരുത്, മറ്റു കാര്യങ്ങൾ ചോദിക്കരുത്, അതിലേറെ ഒക്കെ വില കൽപ്പിക്കേണ്ടത്. ചോദിക്കരുത് എന്നാൽ ചോദിച്ചാൽ ശിർക്കാണ് എന്ന് പറയാനല്ല, അത് ചോദിച്ചാലും കൊള്ള, ആ ചോദിച്ചതും ഉണ്ട്, അത് വേറെ നമുക്ക് പറയാം. നമ്മളെ പോലത്തെ സാധുക്കളല്ലേ, നമ്മളെ പോലെ സാധുക്കൾക്കും വേണ്ടേ ദീനിൽ പ്രമാണം, നമ്മൾ ചെയ്യുന്നതും ആവാൻ. ഹദീസിൽ ഇതൊക്കെ ഉണ്ട്. അത്യാവശ്യം ചിലത് മാത്രം ഞാൻ ഉദ്ധരിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു സംഭവം കേൾക്കി. അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅറാബിയുൻ, നബിയുടെ അടുക്കൽ ഒരു ഗ്രാമീണൻ കടന്നു ചെന്നു. ഫഅക്രമഹു, നബി അദ്ദേഹത്തെ നല്ലോണം ആദരിച്ചു. വഖാല ലഹു ഇത്തിനാ, നീ വാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. ഫഅതാഹു, അദ്ദേഹം നബിയുടെ അടുത്തേക്ക് ചെന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സൽ ഹാജതക്, നിന്റെ ആവശ്യം എന്താച്ചാ ചോദിച്ചോ എന്ന് പറഞ്ഞു. ഇത്തരം നല്ല സന്ദർഭം കിട്ടുമ്പോ സ്വഹാബികൾ ചോദിച്ചത് നിങ്ങൾ ഓർക്കണം. സ്വർഗത്തിലെ കൂട്ട്, യൗമുൽ ഖിയാമയിലെ ശഫാഅ, ഇതൊക്കെയല്ലേ നമ്മളെ മെയിൻ ലക്ഷ്യം. അത്തരം ലക്ഷ്യങ്ങൾ നബിയിൽ നിന്ന് നേടാൻ, നബിയിൽ നിന്ന് ലഭ്യമാക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ ഒരു സ്വഹാബിനോട്, ഒരു അറാബിയോട് അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ ആ നല്ല ചാൻസിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹം നമ്മളെ പോലെ ഒരാളായപ്പോ അദ്ദേഹം പറഞ്ഞു, നാഖത്തുൻ നർകബുഹാ, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു ഒട്ടകം വേണം, ഒരു നല്ല പെണ്ണൊട്ടകം. എന്റെ കുടുംബങ്ങൾ പട്ടിണിയിലാണ്, ഓൽക്ക് കറന്നു കുടിക്കാൻ കുറച്ച് ആടും വേണോ? അറാബികളല്ലേ, ഓല ആവശ്യം പറയാവല്. നല്ലൊരു ഒട്ടകം വാഹനത്തിന്, ഞങ്ങൾക്ക് കറന്നു കുടിക്കാൻ കുറച്ച് ആടുകളും വേണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അജസ്തും അൻ തകൂനു മിസ്ല അജൂസി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിന്റെ കിഴവിയെ പോലെ പോലും ആകാൻ നിങ്ങൾക്ക് കഴിവില്ലാതായോ? റസൂലുള്ളാഹിന്റെ ചോദ്യം. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു കിഴവിയുടെ ബുദ്ധി പോലും നിങ്ങൾക്കുണ്ടായില്ലേ? അവരെ പോലെ പോലും ശക്തമായി കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിവില്ലാതായോ? റസൂലുള്ളാഹിന്റെ ചോദ്യം. അപ്പൊ റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വമാ അജൂസ് ബനി ഇസ്രായേൽ, എന്താ നബി ബനു ഇസ്രായേലിലെ ആ കിഴവിയുടെ കഥ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇന്ന മൂസ അലൈഹിസ്സലാം, നല്ല കഥ പറയാ നബി. മൂസാ നബി അലൈഹിസ്സലാം ലമ്മാ സാറ ബി ബനി ഇസ്രായേൽ ളല്ലു ത്വരീഖ്, ഇസ്രായേലരുമായി സഞ്ചരിക്കുന്നതിനിടയിൽ, ഹിജറ പോകുന്നതിനിടയിൽ, ഊരു ചുറ്റുന്നതിനിടയിൽ അള്ളാന്റെ നിർദ്ദേശപ്രകാരം വഴിതെറ്റിയിട്ട് മിസ്റിലെത്താതെ പ്രയാസപ്പെട്ടപ്പോ ഫഖാല മാ ഹാദാ, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ, എന്താണ് ഇതിന്റെ പിന്നിൽ എന്ന് അദ്ദേഹം ചോദിച്ചു. ഖാല ഉലമാഉഹും, അപ്പൊ അവരുടെ കൂട്ടത്തിൽ വെച്ച വേദവിവരമുള്ള പണ്ഡിതന്മാരുണ്ട്, ആ നാട്ടിലുള്ള പണ്ഡിതന്മാർ. അവർ പറഞ്ഞു, ഇന്ന യൂസുഫ ലമ്മാ ഹളറഹുൽ മൗത്ത്, നിങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിൽ മുമ്പ് വന്ന പ്രവാചകനാണ്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പരമ്പരാഗതമായി ഈ നാട്ടുകാർക്ക് പ്രവാചകരായി വന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൽ ഭരിച്ചുകൊണ്ടിരിക്കെ വഫാത്തായപ്പോൾ അദ്ദേഹം അഖദ അലൈനാ മൗസിഖം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നൊരു കരാർ പിടിച്ചിരുന്നു ഞങ്ങളുമായി. അല്ലാ നഖ്റുജ മിൻ മിസ്ർ ഹത്താ നൻഖുലഹു, ഞങ്ങൾ മിസ്റിൽ നിന്ന് യാത്ര പോകുമ്പോൾ, ഞങ്ങളുടെ ജന്മദേശം തിരഞ്ഞു പോകുമ്പോൾ ഞങ്ങളെ കൂടെ മഹാനരുടെ ജഡവും കൊണ്ടുപോകണം എന്ന്. മഹാനരുടെ ജഡം എന്താ ചെയ്തിരുന്നത്? നൈൽ നദിയുടെ നെറുകയിൽ പെട്ടിയിലാക്കിയിട്ട് നൈലിന്റെ വെള്ളം ചെല്ലുന്നിടത്തെല്ലാം ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിക്ഷേപിക്കുകയും കുഴിച്ചിടുകയുമായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ തിരുശേഷിപ്പായ ജഡം. ആ ജഡത്തെ കൂടെ കൂട്ടിപ്പോയിട്ടേ പോകാവൂ എന്ന് ഞങ്ങളോട് പരമ്പരാഗതമായി ഉപദേശം ചെയ്തിട്ടുണ്ട്. യൂസുഫ് നബിയുടെ ഉപദേശം ഞങ്ങൾ പരമ്പരാഗതമായി കൈമാറി വരുന്നുണ്ട്. അതില്ലാഞ്ഞിട്ടാണ് നമുക്ക് വഴിതെറ്റിയത് എന്ന് നാട്ടിലെ പണ്ഡിതന്മാർ. ശ്രദ്ധിക്കണം നിങ്ങൾ. മൂസാനബിയുടെ നാട്ടിൽ നിന്നാ വരുന്നത്. ആ നാടിൽ നിന്ന് മിസ്ർ വിട്ടു പോകുമ്പോ ഇത് സംഭവിക്കുമ്പോ മൂസാനബി നബിയായി വരുന്നതിന് മുൻപ് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്.
ആ യൂസുഫ് നബിയുടെ ജഡം കൊണ്ടുപോകാൻ പരമ്പരാഗതമായി നൽകിയ ഉപദേശം സാധിക്കാത്തത് കൊണ്ടും നടത്താത്തത് കൊണ്ടുമുള്ള പ്രയാസമാണിത് എന്ന് നാട്ടിലെ പണ്ഡിതന്മാർ പറഞ്ഞപ്പോ മൂസാ നബി ചോദിച്ചു, ഫമൻ യഅലമു മൗദിഅ ഖബ്രിഹി, മൂസാ നബിയുടെ ഖബറിന്റെ സ്ഥലം ആർക്കറിയാം? കാല അജൂസും മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ ഒരു പടു കിഴവിക്കറിയാം, വേറെ ആർക്കും അറിഞ്ഞൂടാന്ന് നാട്ടുകാർ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ഫബഅസ ഇലൈഹ, ഈ കിഴവിയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഫഅതതുഹു, ആ കിഴവി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നു. ഫഖാല, മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ദുല്ലീനി അലാ ഖബ്രി യൂസുഫ്, യൂസുഫിന്റെ ഖബർ എവിടെയാണ് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വിവരം അറിയിച്ചു തരണം. ഈ പടുകിഴവിയോട് മൂസാ നബി ഖാലത്ത് ഹത്താ തുഅതിയനി ഹുക്മി, എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം, ഇല്ലാതെ ഞാൻ അറിയിച്ചു തരൂലാൻ പടുകിഴവി. എന്റെ തീരുമാനം എനിക്ക് കിട്ടണം, ഞാൻ തീരുമാനിച്ച കാര്യം എനിക്ക് കിട്ടണം, ഇതില്ലാതെ ഞാൻ ആ ഖബർ കാണിച്ചു തരൂലാൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് പടുകിഴവി. വമാ ഹുക്മുക്കി, എന്താണ് എന്റെ തീരുമാനം? മഹാനായ മൂസാ നബി അവരോട് ചോദിക്കുന്നു. ഖാലത്ത് അകൂനു മഅക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഞാനും വേണം, ഇതാണ് എന്റെ ആവശ്യം. സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഞാനും വേണം. ഈ ഓഫർ തരാൻ മൂസാ നബി അങ്ങേക്കാകുമോ? അള്ളാന്റെ ദൂതരാണ്, കലീമുല്ലാഹിയാണ്, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകരാണ്. അങ്ങേക്ക് കൂടെ കൊണ്ടുപോകാൻ, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ? എങ്കിൽ ഞാൻ കാണിച്ചു തരാം. മൂസാ നബി അലൈഹിസ്സലാം ഈ കരാറ്, ഈ പറഞ്ഞതിന് ഉറപ്പ് കൊടുക്കാൻ പ്രയാസപ്പെട്ടു. ഫകരിഹ അൻ യുഅതിയഹ ദാലിക, ആ കിഴവി ചോദിച്ചത് നൽകാൻ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജഡം കാണിച്ചു കൊടുക്കാനുള്ള ആവശ്യത്തിന് മുൻപിൽ അവർ വെച്ച ഉപാധി നൽകാൻ മഹാനായ മൂസാ നബിക്ക് പ്രയാസം.